ഇന്നത്തെ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാക്കേണ്ട വരവാണ് കേട്ടോ. ഇന്ന് നല്ല അയില മീനാണ് കിട്ടിയത്. നല്ല ഫ്രഷ് അയിലയാണ് കേട്ടോ. അപ്പം ഞാൻ 1 കിലോ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ കറിയും വെക്കണം, പൊരിക്കാനല്ല ഒന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അയിലക്ക് ഇച്ചിരി ചിതമ്പലൊക്കെ ഉണ്ടാവും. അത് കളഞ്ഞതിന് ശേഷം അതിൻ്റെ ചിറകൊക്കെ കട്ട് ചെയ്യുക. പിന്നെ തലേൻ്റെ ഭാഗത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അത് കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ നല്ല ഫ്രഷ് അയിലാണെന്ന്. അതിൻ്റെ ബ്ലഡൊക്കെ ഇങ്ങനെ ഊർന്ന് വരുന്നുണ്ട്. പിന്നെ അത് അതിൻ്റെ ഉള്ളിലെ കുടലും പണ്ടൊക്കെ തിരിച്ച് അങ്ങ് എടുത്തു കേട്ടോ. എന്നിട്ട് നല്ലപോലെ കഴുകിയിട്ട് വരഞ്ഞു കൊടുത്തു കേട്ടോ. അത് വറ്റിക്കാൻ വേണ്ടിയാണ്, കറി വെക്കാനും വറ്റിക്കാൻ വേണ്ടി. എന്നിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടോ. എന്നിട്ട് ഇതാ നമുക്ക് കറി ഉണ്ടാക്കാനുള്ള സാവധാനങ്ങളൊക്കെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ തേങ്ങ ആവശ്യമുണ്ട്. അപ്പോൾ തേങ്ങയിൽ കുറച്ച് സവാള ഇട്ടിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ചട്ടി അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കറി വെക്കാൻ വേണ്ടി. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ ഉലുവ പൊട്ടിക്ക, പിന്നെ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, സവാള, പച്ചമുളക്, കറിവേപ്പില ഇല്ലായിരുന്നു കേട്ടോ, ഒരു ഉണ്ടപ്പുളി, പിന്നെ തക്കാളി എല്ലാം കൂടി നല്ല വഴന്ന് വന്നാൽ പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. തേങ്ങ അരച്ച മിക്സും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മീൻ കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് തിളച്ച് വരുമ്പോൾ അങ്ങ് ഓഫാക്കുക. അത്രയേ ഉള്ളൂ. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ കറിവേപ്പില ഇല്ലായിരുന്നു, അതാണ് ഇട്ട് കൊടുക്കായിരുന്നു. അപ്പോൾ ട്രെൻഡിങ് ആയിട്ടില്ല ഒരു അയില വെട്ടിച്ചത് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കണം വെളിച്ചെണ്ണയിൽ. പിന്നെ വെളുത്തുള്ളി, ഉള്ളി ചതച്ചതാണ് കേട്ടോ. ഞാൻ വലിയ ഉള്ളി തന്നെ എടുത്തിന്, ചെറിയ ഉള്ളി ഇല്ലായിരുന്നു. ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഈ മുളകൊക്കെ അതിൻ്റെ പച്ചപ്പൊക്കെ മാറിയതിന് ശേഷം അയിലക്കുട്ടന്മാരൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുളകൊക്കെ മേലേക്ക് ഇങ്ങനെ സ്പൂൺ കൊണ്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് മറിച്ചിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് ഒന്ന് വെട്ടിച്ചങ്ങ് എടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ നല്ല പോലെ വെട്ടിച്ചങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുളക് തന്നെ ഒന്ന് വായിൽ വെക്കുമ്പോൾ എന്താ ടേസ്റ്റ് എന്നറിയോ. ഇത് മാത്രം മതി ചോറുണ്ണാൻ കേട്ടോ. അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും ഉണ്ടാക്കണമെന്ന് വിചാരിക്കും. അപ്പോൾ ഇന്ന് അയില കണ്ടപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അങ്ങ് ഉച്ചക്കത്തെ ഭക്ഷണം കഴിച്ചാലോ. അപ്പോൾ ഇതാ അയിലക്കറിയും ഇതൊരു പപ്പടം കണ്ടോ. ഇത് കർണാടക ഭാഗത്ത് കിട്ടുന്ന പപ്പടമാണ്. ഉമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ അനിയത്തിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇതാ അയില വെട്ടിച്ചതും പപ്പടവും അയിലക്കറിയും കൂട്ടി ഒരു പിടി പിടിച്ചേ. അപ്പോൾ ഇന്നത്തെ ഊണ് ഇതിനൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, ടാറ്റാ.